ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകാരെ ചെടികളുടെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടമില്ലാത്തവരാരാണ് ഉള്ളതല്ലേ? ഈ ചെടികൾക്കിടയിൽ കൂടിയൊക്കെ ഒന്ന് നടന്ന് അവരെയൊക്കെ ഒന്ന് തൊട്ട് തലോടി നട്ടും നനച്ചും അതിൽ നിന്ന് ഓരോ പുതിയ ഇലയും പൂവും ഒക്കെ വരുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണല്ലേ. പലർക്കും ചെടികളെ ഇഷ്ടമുണ്ടാവും, പക്ഷെ നടാനുള്ള സമയം ഉണ്ടാവില്ല. ഇനി നടാൻ സമയം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മണ്ണുണ്ടാവില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം ചെടികൾ വളർത്താൻ താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കും അല്ലേ. ചെടികൾ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇനി അഥവാ ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെടികൾ എങ്ങനെ വയ്ക്കുക? അതുകൊണ്ട് അവരതിനെ അവരുടെ ആഗ്രഹം അങ്ങനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറല്ലേ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ 2 സെൻറ്റ് 4 സെൻറ്റ് അങ്ങനെയൊക്കെയുള്ള സ്ഥലം ഉള്ളവരായിരിക്കുമല്ലോ മിക്കവരുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ ചെടികൾ വെക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. മിക്ക വീടുകളിലും കാണും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് തെർമോക്കോളൊക്കെ കിട്ടൂലേ. അത് പിന്നീട് നമ്മൾ അവിടെ ഇവിടെ കുട്ടികളൊക്കെ പൊട്ടിച്ച് അവിടെ ഇവിടെയും വിതറി വേസ്റ്റായിട്ട് ഏതെങ്കിലുമൊക്കെ മൂലയിലൊക്കെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരാം. അതിനിട്ട് ഇതുപോലെ കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ചെയ്യേണ്ടത്, അപ്പോൾ ചട്ടിയിൽ കാൽഭാഗത്തോളം തെർമോക്കോൾ ഞാൻ നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തൊടിയിൽ ഇത്തിരി മണ്ണൊക്കെ എടുത്ത് അതിലേക്ക് ഇത്തിരി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് വിതറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി അത് മിക്സാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഇത്തിരി മണ്ണ് ഞാൻ അതിലിട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്തെ കരിയിലകൾ, അടിച്ചോരി കിട്ടുന്ന കരിയിലകളുണ്ടല്ലോ, അത് ഇട്ടിട്ട് നന്നായി ചിക്കി കീറി എടുത്ത് അതിലേക്ക് കുറേശ്ശെ ചട്ടി ഇപ്പോൾ അരയോളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കൂടാണ്ട് ഇത്തിരി കൂടി നമ്മളിപ്പോൾ മിക്സാക്കിയ മണ്ണുണ്ടല്ലോ, അത് ഇത്തിരി കൂടി ഒരു പൊടി ഇത്തിരി തൂവി കൊടുക്കാം അതിലേക്ക്. പിന്നെ ഞാൻ ചെടി എടുക്കണം. ചെടി നമ്മുടെ യൂഫോർബിയാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. അതിപ്പോൾ ചട്ടി വല്ലാണ്ട് ദ്രവിച്ചു, അപ്പോൾ പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ ചെടിയായിട്ടിരിക്കുകയാണ്, അപ്പോൾ അതിനെ മാറ്റാം. അപ്പോൾ ഇത്രയും മണ്ണ് നമുക്ക് ആവശ്യമില്ല. ഞാൻ ഒന്നാമതേ അതിൽ ചട്ടിയിലേക്ക് ഇത്തിരി കുതിരാനൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ സെറ്റായിട്ട് കിട്ടും. ഒന്ന് തട്ടി കൊടുത്താൽ മതി ബാക്കിലേക്ക്, അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയും മണ്ണ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ മണ്ണിനൊക്കെ നമ്മൾ മാറ്റാം. എന്നിട്ട് ഈ ചട്ടിയിലേക്ക് ഇറക്കി വയ്ക്കാൻ നോക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നല്ല ഭാരക്കുറവ് തോന്നും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടികൾ എളുപ്പം മാറ്റി വയ്ക്കാൻ പറ്റും. അല്ലാണ്ട് ഇത്രയും മണ്ണും നിറച്ച് വെച്ചിട്ട് നമ്മൾ ചട്ടി പൊക്കിയാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ, ഈ ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും എളുപ്പമാണ് കേട്ടോ. അപ്പം ചെടിയുടെ വേരിനെ ഇളക്കം തട്ടാണ്ട് വേണം നമ്മൾ അതിൽ നിന്ന് മണ്ണൊക്കെ മേൽമണ്ണൊക്കെ മാറ്റാനായിട്ട് കേട്ടോ. എന്നിട്ട് വേണം ഇതിലേക്ക് ഇറക്കി വെക്കാൻ. ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും സൈഡിൽ കുറേശ്ശെ ഈ ചപ്പും ചവറുകളൊക്കെ ഉണ്ടല്ലോ, അത് കീറി നന്നായിട്ട് ഇട്ട് കൊടുക്കണം, സെറ്റാക്കിയിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ടിട്ട് ഇതേപോലെ ആക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഇത്തിരി നനച്ചൊക്കെ കൊടുത്ത് 4 ദിവസമെങ്കിലും നമ്മൾ വെയിലില്ലാണ്ട് തണലത്തെങ്കിലും ഈ ചെടികൾ വെക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒരാഴ്ച മുമ്പ് ഇതുപോലെ സെറ്റാക്കി വെച്ച ചെടികളാണ് കേട്ടോ. യൂഫോർബിയൊക്കെ ഇതുപോലെ കരിയിലകളിലും തെർമോക്കോളൊക്കെ വെച്ച ചെടികളാണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ 2 ചെടി ഉണ്ടല്ലോ, അത് ഒറ്റ ചെടിയാണെന്നുള്ളത് നല്ല നീളത്തിലായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ മുറിച്ച് 2 ആഴ്ച മുമ്പ് മുറിച്ച് ഞാൻ 2 ചെടിച്ചട്ടിയിലാക്കിയിട്ട് സെറ്റാക്കി വെച്ചൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കാണിച്ചത്. അത് പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇല പൊട്ടിയിട്ടുണ്ട്. അത് കാണിച്ചെന്താണ്. ഈ ചേച്ചി ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലത്തെ ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചിക്ക് ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട് കേട്ടോ അതൊക്കെ കാണാനൊക്കെ. ഇത് ജമന്തി ചെടിയാണ് കേട്ടോ. 2-3 ആഴ്ച മുമ്പ് വല്യമ്മയുടെ വെട്ടിയപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ നിന്ന് ആ ചെടികളിൽ എനിക്ക് വല്യമ്മ കട്ട് ചെയ്ത് തന്ന ചെടിയാണ് കേട്ടോ അത്. അതായത് വേരുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു തെർമോക്കോളിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ കണ്ട തെർമോക്കോൾ അടിയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം കാണാൻ പറ്റുന്നു. അപ്പോൾ തെർമോക്കോൾ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഞാനിത് മണ്ണൊക്കെ ഇട്ടിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു കുഞ്ഞു ചട്ടിയിൽ. അതിപ്പോൾ ഇത്തിരി കൂടി വലിപ്പമുള്ള ചട്ടിയിൽ എടുത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് പിടിച്ചിട്ടുണ്ട്. തന്നെയല്ല നിറയെ കുഞ്ഞു മുട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇളയമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അവനോട് ഞാൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നന്നായിട്ട് വേര് വന്നു, കുഞ്ഞു മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. യൂഫോർബിയ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ. വെയിലായാലും മഴയായാലും എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് യൂഫോർബിയ. പിന്നെ അതിനധികം ശ്രദ്ധയൊന്നും ആവശ്യമില്ല, ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ശ്രദ്ധിക്കേ വേണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് മുള്ളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടികൾ മാറ്റുമ്പോഴോ ചെടിയിൽ നിന്ന് അങ്ങനെയൊക്കെ മാറ്റുമ്പോൾ നമ്മുടെ കൈമ കൊള്ളാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുഞ്ഞുങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. മുൻപ് ഞാൻ പറഞ്ഞു യൂഫോർബിയ നല്ല നീളത്തിൽ പോയപ്പോൾ 2 മുറിച്ചിട്ട് കുഴിച്ചിട്ട് 2 ചെടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വേറെയാണ് കേട്ടോ. ചട്ടി പുറത്തേക്ക് അതിൻ്റെ വേര് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചട്ടിയാണെങ്കിൽ വളരെ ചെറുതും നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതിന് കുഴിച്ചിടുന്നതും കാണിച്ചു തരാം. അപ്പോൾ ഈ ചെടി മുറിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, കാരണം നിറച്ച് മുള്ളാണ്. മുള്ളൊന്നും കൈമ ഇതാവാണ്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം മുറിക്കാൻ കേട്ടോ. അപ്പോൾ അത് മുറിച്ച് കഴിയുമ്പോൾ ഇതുമ്പോൾ ഒരു പശ പോലെ സംഭവമുണ്ട്. അതിങ്ങനെ ഒന്ന് പോയി കഴിയുമ്പോൾ സാഫാണ് കേട്ടത്. ഇത് നമ്മൾ സാഫ് അതുമ്പം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ.
അതേപോലെ തന്നെ ആ മുറിച്ച മറ്റേ ഭാഗം ഉണ്ടല്ലോ അതും ഇതിൽ മുക്കി നന്നായിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റോളം അതിനെ അവിടെ വെക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോട് കൂടി വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് പുരട്ടി ഇത് കൊടുക്കുന്നുണ്ട്. സാഫാണ്, അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ കുഞ്ഞി ചട്ടിയിൽ നിന്ന് നമുക്ക് മാറ്റി വേറെ നടാം. അതിൽ നിന്ന് അടിയിലേക്ക് വേര് പുറത്തേക്ക് നന്നായി വന്നല്ലോ. അപ്പോൾ അതേ മണ്ണ് ഇത്തിരി എടുത്തിട്ടുണ്ട്, ഇത്തിരി വേപ്പ് മണ്ണാക്കം എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് പുതിയൊരു ചട്ടി എടുത്തിട്ട് തെർമോക്കോളൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തെർമോക്കോളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. കാൽഭാഗത്തോളം ഞാൻ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത്തിരി മണ്ണ് 1-2 പിടി മണ്ണ് അതിലേക്ക് തൂക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കരിയിലൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ കീറിയിട്ട് നന്നായിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ, ഒരു അര ഭാഗത്തോളം. അപ്പോൾ തെർമോക്കോളും കരിയിലയും ഇത്തിരി മണ്ണൊക്കെ ആയിട്ട് സെറ്റാക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ചട്ടി ഞാൻ വെള്ളം കുതിർത്തിട്ട് വെച്ചേക്കാറുന്നു, അതുകൊണ്ട് നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. 1-2-3 വട്ടം തട്ടി കൊടുത്തത് കിട്ടും. പിന്നെ ഇത്രയും മണ്ണ് നമുക്ക് ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ മാറ്റി വെച്ചത് കണ്ടോ. ആ മണ്ണ് നമുക്ക് പിന്നെ മറ്റൊരു ചെടി നടാൻ ഇതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്ര ആക്കിയാൽ മതി, വേരിന് ഇളക്കം തട്ടാണ്ട് എടുത്താൽ മതി ഇത് മാത്രം. എന്നിട്ട് അതേ വീണ്ടും ഇതുപോലെ കരിയിലൊക്കെ ഇട്ട് സെറ്റാക്കി വീണ്ടും മുകളിൽ മണ്ണൊക്കെ ഇട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടുണ്ട് ഗുണം. നമ്മുടെ മുറ്റത്തെ വേസ്റ്റ് കിടക്കണ കരിയിലകളും നമുക്ക് ഇതിൽ നിറഞ്ഞു സെറ്റായും ചെയ്തു. തന്നെയല്ല പിന്നെ നമ്മൾ വേസ്റ്റായി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ തെർമോക്കോളും ഈ ചട്ടിക്കകത്തായി. യാതൊരു കുഴപ്പമില്ല, അധികം ഭാരമില്ല. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണോ എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ചെയ്യാം. 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ കരിയിലിട്ട ഇതുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് അമങ്ങും. അപ്പം നമുക്ക് ഇതുപോലെ വീണ്ടും വല്ല എല്ലുപൊടിയോ അല്ലെങ്കിൽ വേണ്ട ചാണകപ്പൊടിയോ ഉണക്ക ചാണകപ്പൊടി ഉണ്ടല്ലോ അതോ ഇത്തിരി മണ്ണൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കരിയിലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് മേലെ ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നേരത്തെ ഞാൻ ചെയ്തില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി മുള പൊട്ടിയതാണ് മാറ്റി കുഴിച്ചിട്ടത്. ഇത് അടുത്തത് ഇത് പിടിച്ചിട്ടുണ്ട്, അതൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പോൾ നീളത്തിൽ വന്ന യൂഫോർബിയ ചെടി നമ്മൾ മുറിച്ചിട്ട് 10 മിനിറ്റ് മാറ്റി വെച്ചല്ലോ, മരുന്നൊക്കെ പറ്റിയ സാഫൊക്കെ പറ്റി മാറ്റി വെച്ചല്ലോ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാണ് കേട്ടോ. അത് കണ്ടോ, അതിനൊന്നും മാറ്റി നടാണ് മുറിച്ച ഭാഗത്തിനെ. ഇതാ അത് സാധാരണ മണ്ണിട്ടിട്ട് ഇതേപോലെ മാറ്റി നടാം. അത് കുറച്ച് വെയിലൊന്നും കൊള്ളാണ്ട് ഒരാഴ്ചയോളം നമ്മൾ തണലത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ അതും നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പം മണ്ണില്ലാതെ വിഷമിക്കുന്നവർക്കും സ്ഥലമില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ ഇതേപോലെ തെർമോക്കോളോ കരിയിലകളോ മുറ്റത്തെ അടിച്ചൂരി കിട്ടുന്ന കരിയിലകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തെർമോക്കോളൊക്കെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് ചട്ടി വാങ്ങാൻ ചെടി നടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.